ശുഭനാരലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ തന്ന ഒരു സപ്പോർട്ട് പോലെ എല്ലാവരും ഇൻസ്റ്റയിൽ വന്നത് ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. നമ്മുടെ ഓയിൽ എല്ലാവരും ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഓയിലിൻ്റെ ഓർഡർ എങ്ങനെയാണ് കിട്ടുന്നറിയോ? വാട്സപ്പിൽ വന്നിട്ട് ചേച്ചി ഇന്നയാൾ പറഞ്ഞതാ അല്ലേ ഇന്നയാൾ എനിക്ക് ലിങ്ക് ഇട്ട് തന്നതാ എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് കൂടുതലും ഓയിലിന് ആവശ്യക്കാർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളിൽ അതിൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ആ ഓയിലിൻ്റെ ആ യൂസ് ഗുണമുണ്ടായി കഴിഞ്ഞ് നിങ്ങളത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഓയിൽ തേച്ചിട്ട് ഗുണം വന്നു കഴിയുമ്പോൾ ഒരു കമൻറ്റ് പോലും ചിലർ യൂട്യൂബിൻ്റെ ആ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ഇടാൻ ആരും തയ്യാറാകത്തില്ല. എൻ്റെ അടുത്ത് വന്നാണ് എല്ലാവരും പറയുന്നത്, ശുഭേ ഓയിൽ എനിക്ക് അങ്ങനെ ഗുണമുണ്ടായി ഇങ്ങനെ കൊണ്ടുപോയി എനിക്ക് ഇനിയും വേണം. അപ്പോഴും ഞാൻ പറയും എൻ്റെ ഓയിലിൻ്റെ ഗുണം എനിക്കറിയാം, ഞാൻ തന്നെ തയ്യാറാക്കുന്ന എൻ്റെ ഓയിലിൻ്റെ ഗുണം എനിക്കറിയാം. നിങ്ങളത് യൂട്യൂബിൽ വന്ന് നാലാൾ അറിയുന്ന പോലെ തരത്തിലൊന്നിടുക. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കുറയും. ചിലർ വിളിച്ചിട്ട് ചോദിക്കും, ആരും പറഞ്ഞു ഒന്നും അറിയാതെ എന്നെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഓയിൽ ആവശ്യമാണെന്നും പറഞ്ഞ് വരുന്നവരെങ്ങനെയാണെന്നറിയോ? കരിമങ്കല്ല് മാറുമോ, കളർ വരുമോ, എൻ്റെ മോന് യൂസ് ചെയ്യാവോ, എൻ്റെ മോൻ ബൈക്കിലൊക്കെ എപ്പോഴും നടക്കുന്നത്, എൻ്റെ മോൻ്റെ കയ്യിലൊക്കെ നല്ലതായിട്ട് ടാനുണ്ട്, അതൊക്കെ മാറുമോ, ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാണ് സത്യം പറയാമല്ലോ. അത് തേച്ചിട്ടുള്ളവർ 10 പേര് വന്ന് കമൻ്റ് ഇടുവാണെങ്കിൽ എന്തോരു സന്തോഷമാകും. എല്ലാവർക്കും അതിനെപ്പറ്റി അറിയുകയും ചെയ്യാം. എൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ തന്നെ പറയുന്നതിലും മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ അത് എന്തൊരു അതിൻ്റെ വ്യത്യാസം വേറെയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. എപ്പോഴും പറഞ്ഞ് ഈ കേൾക്കുന്നവരെ അങ്ങ് മടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ? ഒരു ബാത്തിങ് പൗഡറാണ്. ഞാൻ കുറേ ദിവസം മുന്നേ ഒരു ബാത്തിങ് പൗഡറിനെ പറ്റി വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും വാട്സപ്പിലും ലൈവിലാണെങ്കിൽ ലൈവിൽ വന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ശുഭേ ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. നിങ്ങൾ അത് ഉണ്ടാക്കിക്കോണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഞവര അരിയാണ്. നവരേന്നാണോ ഞവരേന്നാണോ എനിക്കറിയില്ല, എന്തായാലും നവര അരി എല്ലാവർക്കും മനസ്സിലായല്ലോ. കർക്കിടകത്തിലൊക്കെ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്ന ആ നവര അരി എടുക്കുക. സെക്കൻഡ് പയറ് പൊടിയല്ല, പയറ് നന്നായിട്ട് ഞാൻ പറയാം, അളവൊക്കെ പറയാം. പയറുപൊടി. മൂന്നാമത് നമ്മുടെ മസൂർ ദാലില്ലേ, നമ്മുടെ മസൂർ ദാൽ എന്ന് പറയുന്നത് ഞാനത് മുഖത്ത് തേച്ച് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചുവന്ന പരിപ്പ് എന്ന് പറയും. 3 ഇൻഗ്രീഡിയൻ്റായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ. 1 കിലോ ഓറഞ്ച് വാങ്ങിക്കുക. അതിൻ്റെ ഓറഞ്ച് എല്ലാം കഴിച്ചിട്ട് അതിൻ്റെ തൊലി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുന്ന കാര്യമെല്ലാം പറയാം. അപ്പം ഇത് 4 കൂട്ടോ. ചന്ദനപ്പൊടി ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ചന്ദനപ്പൊടി പൊടിയായിട്ട് നല്ല അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ആ ചന്ദനപ്പൊടിയൊക്കെ ചേർക്കുമ്പം നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ചന്ദനത്തിൻ്റെ ഗുണം നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ ഈ 97-ലാണ് ഞാൻ പാർലർ പഠിച്ചതെന്ന് എപ്പോഴും പറയുമല്ലോ. അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണല്ലോ, അന്നൊക്കെ ക്ലീനപ്പിനാണെങ്കിലും ഫേഷ്യലിനാണെങ്കിലും ലാസ്റ്റ് ഇടുന്ന പായ്ക്കിനകത്ത് ചന്ദനപ്പൊടി മസ്റ്റാണ് കേട്ടോ. കുറച്ച് ചന്ദനപ്പൊടിയും കൂടെ ഇടും പായ്ക്ക് നമ്മൾ ലാസ്റ്റ് ഇടുമ്പോൾ. അത്രയ്ക്ക് ഗുണമുള്ളൊരു സാധനമാണ് ചന്ദനപ്പൊടി. അത് പക്ഷേ ഒറിജിനൽ വേണം, വേറെ പൊടിയൊന്നും നമ്മൾ നല്ലൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. നമ്മുടെ സാധാരണ ഇപ്പോൾ ഈ പറയുന്ന മാളുകളിലൊക്കെ ചന്ദനപ്പൊടി കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അതൊന്നും അല്ല, അവിടെ നിന്നും പോകാൻ സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ല സൂപ്പർ അങ്ങാടിക്കട ചോദിച്ചാൽ മതി, അവർ വരുത്തിച്ചെങ്കിലും തരും കേട്ടോ. അപ്പോൾ 5 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞവര അരി വേണം,
പയർ വേണം, ചെറുപയർ, മസൂർ ദാൽ വേണം, ചുവന്ന പരിപ്പ്, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ വേണം, ചന്ദനപ്പൊടി വേണം. ഈ 5 ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ബാത്തിങ് പൗഡർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഒരു കപ്പ് ചെറിയ ഒരു കപ്പ്, അതായത് നമുക്ക് കുറേ ദിവസത്തിന് കാണും. അത് നമ്മൾ ബാത്റൂമിൽ കൊണ്ട് വെച്ചിട്ട് കൈയിട്ട് വെള്ളം കൂട്ടിയൊന്നും ഒരിക്കലും എടുക്കരുത്. എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. പിന്നെ എന്താ, നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ അതിനകത്ത് ഇട്ടേക്കണം. ആ സ്പൂണ് കൊണ്ട് മാത്രമേ ഈ പൊടി എടുക്കാവുള്ളൂ. ഈ പൊടി ആകുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പം 1 കപ്പ് ഞവര അരി എടുക്കുക, 1 കപ്പ് ചെറുപയർ പൊടി എടുക്കുക, 1 കപ്പ് മസൂർ ദാൽ എടുക്കുക, പിന്നെ ചന്ദനപ്പൊടിയും ഓറഞ്ച് പീൽ പൗഡർ കൊച്ചു കുട്ടികളെയൊക്കെ നിങ്ങൾ തേപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കപ്പിൻ്റെ 1/2 കപ്പ് ഓറഞ്ച് പീൽ പൗഡർ മതി. അതായത് ഓറഞ്ചിൻ്റെ തൊലി കഴുകി ഉണക്കി പൊടിച്ചത് 1/2 കപ്പ്. ഈ മൂന്നും ഒരേ കപ്പിൻ്റെ അളവും ഈ ഓറഞ്ച് പീൽ പൗഡർ ഈ മൂന്ന് എണ്ണം 1 കപ്പിൽ എന്ന് പറഞ്ഞാൽ ആ കപ്പിൻ്റെ 1/2 കപ്പിലെ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാവൂ. പിന്നെ ചന്ദനപ്പൊടി ഒരു 2 സ്പൂൺ മതി. നമുക്ക് നല്ല സ്മെല്ല് കിട്ടാനും കളർ വരാനും ഒക്കെയുള്ള സാധനമാണ് ചന്ദനപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ പയറുപൊടിയും ഞവരയരിയും നല്ലൊരു സ്ക്രബിങ് ഏജൻറ്റും കൂടെയാണ്. അപ്പോൾ ഇത് 5 കൂട്ടങ്ങളും കൂടെ കൂടി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റാവും. നമ്മൾ കെമിക്കൽ അടങ്ങിയ സോപ്പുകളൊക്കെ വാരി നമ്മുടെ ദേഹത്ത് തേക്കുന്നതിലും നിങ്ങൾ 1 മാസം ഇങ്ങനെ തേച്ച് നോക്കിക്കേ. 1 മാസം തേച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറയണം കേട്ടോ. ഇത് വാങ്ങിക്കാനായിട്ടൊന്ന് വെളിയിലേക്ക് പോകും, ഇതില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന്, നല്ല വെയിലല്ലേ ഇപ്പോൾ, നന്നായിട്ട് ഉണക്കി പൊടിച്ച് അത് നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ ചിലരുണ്ട് കഴുത്ത്, കൈ, മുഖം, ഇത് 3 മാത്രം തേച്ച് നമുക്ക് ഇതാക്കാം കേട്ടോ. ബാക്കി ശരീരത്തോട്ടൊക്കെ സോപ്പ് തേക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് സോപ്പ് തേക്കാം. നമ്മുടെ മുഖത്തും കയ്യിലും കഴുത്തിലും മാത്രം നമ്മുടെ ഈ ബാത്ത് പൗഡർ ഇടുക. പിന്നെ ചിലരിപ്പോൾ ചോദിക്കും, നമ്മുടെ ഓയിൽ തേക്കുന്നവർ ഓയിൽ തേച്ചിട്ട് ഇതിട്ട് കഴുകിക്കളയാവോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കഴുകിക്കളയാം. മറ്റേത് നമ്മൾ ഈ ദേഹത്ത് തേച്ച് കുളിക്കാൻ നേരം ഒരുപാട് നേരം ഇട്ടിങ്ങനെ തിരുമ്മി മസാജ് ചെയ്യുന്ന പോലെ വേണ്ട. ഇത് നമ്മുടെ ഓയിൽ തേച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സ്വല്പം എടുക്കുക. ഇത് പാലിലോ പച്ചവെള്ളത്തിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. റോസ് വാട്ടർ ഇഷ്ടംപോലെ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. തൈര് വീട്ടിലിരിക്കുന്നവർക്കാണ് അതിനകത്ത് മിക്സ് ചെയ്ത് ഇടാം, പാലിനകത്ത് മിക്സ് ചെയ്തിടാം. വെറും പച്ചവെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് റബ്ബ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് തേച്ചിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇടണോ എന്നൊരു ചോദ്യം വരും. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ശകലം മോയ്സ്ചറൈസർ മുഖത്തിടുന്നത് നല്ലതാണ് അല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ മോയ്സ്ചറൈസർ ഇടുന്നത് എന്തിനാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇതാണ്. നിങ്ങളെ കാണിച്ചു തന്നില്ല എന്നൊന്നും പറയില്ല, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഇനി വരരുത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു വരരുത്. നമ്മുടെ ലൈവിൽ വന്ന് ചോദിച്ചാൽ മതി, ഇതെല്ലാം പറഞ്ഞു തരാം കേട്ടോ. പിന്നെ വാട്സപ്പിൽ വന്നിട്ട് നമ്മൾ ഇത് ഒരുപാട് വേറെ ഇങ്ങനെ അതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഞാൻ ലൈവ് വരുമ്പോൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈകിട്ട് 9 മണിക്ക് ലൈവായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.